കേരള സർവകലാശാലയിൽ നാടക നീക്കങ്ങൾ തുടരുന്നു. ജോയിന്റ് രജിസ്ട്രാർ വൈസ് ചാൻസലർ എക്സ്പ്ലനേഷൻ ചോദിച്ച സാഹചര്യത്തിൽ അവധിയിൽ പോയി എന്ന ലേറ്റസ്റ്റ് വാർത്ത വരികയാണ്. എന്തായാലും സർവകലാശാലയിൽ ഇന്നും കുറേ നാടകങ്ങൾ അരങ്ങേറും. സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്നതുകൊണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാറോട് ഹരികുമാറിനോട് വിശദാംശം ചോദിച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്കകം VP ഹരികുമാർ വിശദാംശങ്ങൾ നൽകണമെന്ന് VC ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ സർവകലാശാല ആസ്ഥാനത്ത് ചെന്നിത്തല പറഞ്ഞു വെച്ചതേ ഉള്ളൂ, കുട്ടികളുടെ ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല, ഈ ചക്രത്തി പോരാട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നു എന്നീ കലാശാല അധികൃതരും ഒക്കെ അറിയുന്നുണ്ടോ എന്നറിയില്ല. ഗുഡ് മോർണിംഗ് എക്സേൻ. എന്തായാലും കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയ യൂണിവേഴ്സിറ്റിയാണ്, നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, കേരളത്തിന് അഭിമാനമായ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിൽ ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ ഒരു ഭാഗത്തും സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തിക്കുന്ന സിൻഡിക്കേറ്റും രജിസ്ട്രാറും മറ്റൊരു ഭാഗത്തും നിൽക്കുന്നത്. എന്തായാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഇന്നലെ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇന്ന് രജിസ്ട്രാർ 10 മണിയോടുകൂടി സർവകലാശാല ആസ്ഥാനത്തെത്തും. അതേസമയം സീനിയർ ജോയിന്റ് രജിസ്ട്രാർക്കായിരുന്നു നേരത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ പകരം ചുമതല നൽകിയിരുന്നത്. പക്ഷേ രജിസ്ട്രാർ ഇന്നലെ VC അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സമയത്ത് ഈ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുന്നു എന്ന് അറിയിച്ചുകൊണ്ട് താൽക്കാലിക VC ആയിരുന്ന സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതിനുശേഷവും ജോയിന്റ് രജിസ്ട്രാർ ആ യോഗത്തിൽ തുടരുകയും ആ യോഗ തീരുമാനം എന്ന നിലയിലുള്ള രജിസ്ട്രാറെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നുള്ള തീരുമാനം എടുത്തതായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീനിയർ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെതിരെ എക്സ്പ്ലനേഷൻ ചോദിച്ചത്. ഇന്ന് രാവിലെ 9 മണിക്ക് മുൻപ് എക്സ്പ്ലനേഷൻ നൽകണമെന്നായിരുന്നു നിർദ്ദേശം. എന്തായാലും എക്സ്പ്ലനേഷൻ ഇപ്പോൾ 9 മണിക്ക് മുൻപ് നൽകിയില്ല. എക്സ്പ്ലനേഷനോട് നൽകുകയുമില്ല. അദ്ദേഹം ലീവിൽ പ്രവേശിച്ചു. അദ്ദേഹം മറുപടി നൽകാൻ സാവകാശം വേണം, 2 ആഴ്ചത്തെ സാവകാശം വേണമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ താൽക്കാലിക VC ആയ സിസ തോമസിന് നൽകിയിട്ടുണ്ട്. സിസ തോമസിന്റെ കാലാവധി, അതായത് താൽക്കാലിക VC ആയിട്ടുള്ള കാലാവധി നാളെ കൂടെ മാത്രമേ ഉള്ളൂ. നാളെ, അതായത് 8-ാം തീയതി വരെ മാത്രമാണ് നേരത്തെ രാജ്ഭവൻ സിസ തോമസിനെ താൽക്കാലിക VC ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. അതായത് അതിന് മുന്നോടിയായി ഒരുപക്ഷെ സിസ തോമസ് തന്നെ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടി എടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ലീവിൽ പ്രവേശിച്ചെങ്കിലും 9 മണിക്ക് മുമ്പ് ഈ എക്സ്പ്ലനേഷൻ നൽകണമെന്നുള്ള നിർദ്ദേശം അത് പാലിക്കാത്തതിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം രജിസ്ട്രാർ ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. ഒപ്പം ഹൈക്കോടതി നേരത്തെ രജിസ്ട്രാർ തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഇന്ന് സത്യവാങ്മൂലം നൽകാനും പറഞ്ഞിരുന്നു. പക്ഷേ രജിസ്ട്രാർ ഇന്ന് കോടതിയിൽ നിന്നുള്ള സത്യവാങ്മൂലം പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും നിർണായകമാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. അഡ്മിഷൻ പ്രോസസ്സുകൾ അത് അതിന്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇപ്പോഴും പൂർണ്ണതോതിൽ ചില പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള പരാതികളെല്ലാം ഉയരുന്നുണ്ട്. പക്ഷെ അവയൊന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. SK